നിയമവീഥി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിയമവീഥിയിൽ തെരുവുനായ ആക്രമണത്തെക്കുറിച്ചും ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇടുക്കി ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി NN കഴിഞ്ഞ ദിവസം സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഈ റെക്കമെൻഡേഷൻ നമ്മൾ അതാത് പഞ്ചായത്തിലേക്കും ചീഫ് സെക്രട്ടറിക്കും അയച്ചു കൊടുക്കും. ഈ റെക്കമെൻഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു 2 മാസം സമയം വരെ കൊടുക്കും. ആ 2 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് നമ്മൾ ഡയറക്ഷൻ കൊടുക്കും. ഇപ്പോൾ ഇടുക്കി ജില്ലയിലുണ്ടായ കേസുകളിൽ അവാർഡായ കേസിൽ 2 മാസം ആകുന്നതൊക്കെ ഉള്ളൂ. പല പഞ്ചായത്തുകളിലും കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ട് DLSലെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമിതിയുടെ ഘടനയും അതിന്റെ പ്രവർത്തനങ്ങളും ആരൊക്കെ ഉൾപ്പെടുന്നു എന്നൊക്കെ ഒന്ന് വിവരിക്കാമോ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ചെയർമാനും ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജോയിന്റ് ഡയറക്ടർ മെമ്പറുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ പരാതികൾ പരിഗണിക്കുന്നത്. മുമ്പ് പറഞ്ഞത് തന്നെ മാസം 2 സിറ്റിംഗ് ഉണ്ടാവും. സിറ്റിംഗ് നടക്കുന്നത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ് സിറ്റിംഗ് നടക്കുന്നത്. 2 കക്ഷികൾക്കും സിറ്റിംഗ് ഡേറ്റിന് ഒരു 3 ദിവസം മുമ്പ് നമ്മൾ ഫോൺ മുഖാന്തരം അറിയിക്കും. 10-20 ദിവസം മുമ്പ് നോട്ടീസ് മുഖാന്തരവും ഇന്ന ദിവസം 10:30 മണിക്ക് ഹാജരാകണമെന്ന് നോട്ടീസ് അയക്കും. അങ്ങനെയാണെങ്കിൽ സാർ, ഈ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ക്വാറം എത്രയാണ്? മജോറിറ്റി, അതായത് 5 മെമ്പർമാരുണ്ടെങ്കിലും 3 പേരുടെ ഒപ്പീനിയൻ മതി. മജോറിറ്റി ഒപ്പീനിയനാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ റെക്കമെൻഡേഷൻ പാസ്സാക്കുന്ന ദിവസം എല്ലാ മെമ്പർമാരോടും വരാൻ പറയും. അവരുടെ എല്ലാവരുടെയും സിഗ്നേച്ചർ റെക്കമെൻഡേഷൻ ഓർഡറിൽ മേടിക്കും. എവിടെയാണ് അപേക്ഷ നൽകേണ്ടത്? ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസിലോ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റികളുടെ ഓഫീസുകളിലോ അപേക്ഷ നൽകാം. അപേക്ഷ നൽകുമ്പോൾ അപേക്ഷയും അതിനൊപ്പം എതിർകക്ഷികൾക്കുള്ള നോട്ടീസിന് എതിർകക്ഷികൾക്കുള്ള കോപ്പിയും പിന്നെ അവർക്ക് നോട്ടീസ് അയക്കുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റേർഡ് കവർ വിത്ത് എഡിയും ഹാജരാക്കണം. കാരണം എതിർകക്ഷികൾക്ക് നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടാണ് നോട്ടീസ് അയക്കുന്നത്. ഇതൊന്നും കൂടാതെ അപേക്ഷയോടൊപ്പം നമുക്ക് സമർപ്പിക്കേണ്ട മറ്റു രേഖകൾ ഉണ്ടാവുമല്ലോ, അതും കൂടി വിശദീകരിക്കാമോ? അതായത് ട്രീറ്റ്മെന്റ് എടുത്തുള്ള രേഖകളുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് രേഖകൾ, അതേപോലെ തന്നെ എന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നെങ്കിൽ ജോലി തെളിയിക്കുന്ന രേഖ, പിന്നെ ലോസ് ഓഫ് ഏണിംഗ് ഇത് മുഖാന്തരം വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ബൈക്കിൽ പോകുന്നു, ആളെ തെരുവുനായ കടിക്കുന്നു, ബൈക്ക് മറിയുന്നു, ബൈക്കിനും കേടുപറ്റി, ഇദ്ദേഹത്തിന് പരിക്കും പറ്റിയെങ്കിൽ ഈ 2 കാര്യവും നമ്മൾ പരിഗണിക്കും. ആ വാഹനത്തിലുള്ള കേടായി നന്നാക്കാനുണ്ടായ ചെലവും കാണിച്ചാൽ അത് നമ്മളെ കൂടി പരിഗണിക്കും. അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി 180 ദിവസമാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം വേണ്ട ടൈം. ആ 180 ദിവസം കഴിഞ്ഞാലും നമുക്ക് ഫയൽ ചെയ്യാം. ഫയൽ ചെയ്യാനുള്ള കാലതാമസം എന്താണ് എന്ന് ഒരു അപേക്ഷ സഹിതം തരണം. കാലതാമസം സഫീഷ്യന്റ് ആണെങ്കിൽ നമ്മൾ കാലതാമസം മാപ്പാക്കി ഫയൽ സ്വീകരിക്കും പെറ്റീഷൻ. നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് ഈ മുറിവിന്റെയോ അല്ലെങ്കിൽ എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിലാണോ? ഇതെല്ലാം നോക്കിയിട്ടാണോ? തീർച്ചയായിട്ടും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആൾക്കുണ്ടായ പരിക്കിന്റെ വ്യാപ്തി, അതേപോലെ തന്നെ അദ്ദേഹത്തിന് എത്ര നാൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടം എത്രയുണ്ട്, അത് മുഖാന്തരം ഉണ്ടായ ധനനഷ്ടം എത്രയുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ എത്ര രൂപ ചെലവായി, അദ്ദേഹത്തിനുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് എത്രയാണ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത്. സാർ, അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ഈ നടപടി പൂർത്തിയാകും? സാധാരണഗതിയിൽ നമുക്ക് മാക്സിമം 2 മാസം, അതായത് എതിർകക്ഷി ഹാജരായി കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ നമ്മൾ ഒരു പെറ്റീഷൻ ഡിസ്പോസ് ചെയ്യും. പിന്നെ ഒരു കാര്യം, നമ്മൾ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്ന സമയത്ത് ആൾക്കുണ്ടായ പെയിൻ ആൻഡ് സഫറിങ്, അതായത് അയാൾക്ക് വേദന, ആൻസൈറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ, അതിന് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കും. പിന്നെ ഒരു ഗ്രീവിയസ് ഇഞ്ചുറി, ഫ്രാക്ചർ പോലുള്ള അല്ലെങ്കിൽ ഡെത്ത് പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്ഗ്രേഷ്യ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കും. ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ 50,000 രൂപ ഒക്കെ നമ്മൾ എക്സ്ഗ്രേഷ്യ എമൗണ്ട് ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ പെയിൻ ആൻഡ് സഫറിങ്ങിന് നമ്മൾ 10,000 മിനിമം നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ തുക എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ തുക കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇതിനെ സംബന്ധിച്ചൊരു കേസുണ്ടായിരുന്നു. ആ കേസിൽ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ ജഗൻ കമ്മിറ്റി നിശ്ചയിക്കുന്ന തുക കൊടുത്തുകൊള്ളാം എന്ന് പഞ്ചായത്ത് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അഫിഡവിറ്റ് നമ്മുടെ DLSA മുഖാന്തരം നടത്തുന്ന കമ്മിറ്റി പാസ്സാക്കുന്ന റെക്കമെൻഡേഷനിലും ബാധകമായിരിക്കും. അങ്ങനെ കൊടുക്കാണ്ട് വന്നാൽ കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരും. തെരുവുനായ ആക്രമണത്തെക്കുറിച്ചും അപ്രകാരം ആക്രമണമുണ്ടായാൽ ലഭ്യമായ നിയമസഹായത്തെക്കുറിച്ചും ഇതുവരെ നമ്മോട് സംവദിച്ചത് ഇടുക്കി ജില്ലാ നിയമ സേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ ശ്രീ സിജി NN. ഇതിൻ്റെ അവസാന ഭാഗം വരുന്നയാഴ്ച നിയമവീഥിയിൽ. നിയമവീഥി സമാപിക്കുന്നു. വീണ്ടും